Hi students, once again welcome to Rijuan PSK Tele Classes. കഴിഞ്ഞ 4-5 സെഷൻസ് എൻ്റെ സെഷൻസ് നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കുട്ടികളിൽ നിന്നും കുട്ടികളുടെ പാരൻസിൽ നിന്നും എനിക്ക് ഒരുപാട് സജഷൻസ് കിട്ടിയിട്ടുണ്ട്, ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഫീഡ്ബാക്കുകൾ അതിൽ മെയിനായി വന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, പറയുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണ്, കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്പീഡ് കൂടുതലുള്ള കാര്യം എൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ടീച്ചർമാരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പീഡ് കുറയ്ക്കും, ഉറപ്പായിട്ട് ഈ ക്ലാസ് മുതൽ ഞാൻ സ്പീഡ് കുറച്ച് തന്നെ പഠിപ്പിക്കും, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു സ്പീഡിൽ പഠിപ്പിക്കാം. സെക്കൻഡ് എലമെൻറ്റ്, പിന്നെ അവർ തന്ന ഒരു സജഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ടേമുകളാണ്, അതായത് പലതും കൊഹറൻസ്, അതുപോലെ ടൈം കൊഹറൻസ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ പല ന്യൂ വേർഡുകളായതുകൊണ്ട് അതിൻ്റെ മുളങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു കുട്ടികൾ. അപ്പോൾ അതും ചെയ്തു തരാം, അതും നല്ലൊരു സജഷനാണ്. കാരണം ഒന്ന് പുതിയതായി കേൾക്കുന്ന, ഇപ്പോൾ റേ ഓപ്റ്റിക്സ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ്, പക്ഷേ വേ ഓപ്റ്റിക്സിലുള്ള പല കൺസെപ്റ്റുകളും നിങ്ങൾ നേരത്തെ പഠിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റേഷൻ വേണ്ടി വരും. അതും എഗ്രീഡ്, അതും ഞാൻ ചെയ്തു തരാം, സ്ലോ ആക്കാം, ഒപ്പം ഇതും ചെയ്തു തരാം. തേർഡ് എലമെൻറ്റ് പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യുന്നത് കുറവാണ്. അത് വരുന്നതേ ഉള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട. അൺലിമിറ്റഡ് പ്രോബ്ലംസ് ഞാൻ ചെയ്തു തരാം, എത്ര പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണോ അത്രയും ചെയ്തു തരാം. അപ്പോൾ പ്രോബ്ലംസിന് എണ്ണം കുറയില്ല, കാരണം റേ ഓപ്റ്റിക്സ് പോലെയുള്ള ഒരു ചാപ്റ്റർ അല്ല വേ ഓപ്റ്റിക്സ്. അത് കുറച്ചുകൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. ഇവിടെ കുറച്ച് കൺസെപ്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ്. ദെൻ നമുക്ക് അൺലിമിറ്റഡ് പ്രോബ്ലംസ് ഞാൻ ചെയ്തു തരാം, പക്ഷെ അത്ര ടഫ് പ്രോബ്ലങ്ങളൊന്നുമില്ല. ഈവൻ IITക്ക് ആയാൽ പോലും വേ ഓപ്റ്റിക്സിന് അത്ര വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങൾ ലാസ്റ്റ് ഇയർ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ, എൻട്രൻസിന് ചോദിച്ച പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ അത്ര ടഫായ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡോണ്ട് വറി, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. തേർഡ് എലമെൻറ്റ്, ക്വസ്റ്റ്യൻസിന് എണ്ണം കൂട്ടാം, അതും ചെയ്യാം. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി കിട്ടിയ സജഷൻസ്. ഉറപ്പായിട്ട് അതിന് ഈ ക്ലാസ് ഓൺവേഡ്, ഈ സെഷൻ ഓൺവേഡ്സ് അതിന് ചേഞ്ചസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ പാർട്ടാണ് ചോദിച്ചാൽ, അതായത് കഴിഞ്ഞ വർഷം 11th നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓസിലേഷൻ വേവ്സ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ശരിക്കും വേ ഓപ്റ്റിക്സ്. കാരണം അതിൽ പഠിച്ച പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ കുട്ടികളൊരു കാര്യം ചെയ്യണം, അതായത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ആദ്യം ആ ഓസിലേഷനും വേവ്സും ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കണം. നിങ്ങൾ NCERT ബേസ്ഡ് ആയിട്ടാലും മതി. അതിലുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതുപോലെ നമ്മൾ പീരിയോഡിക് ഫങ്ഷൻസ്, പിന്നെ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, അതൊക്കെ ഒന്നും കൂടെ നിങ്ങൾ ബ്രഷപ്പ് ചെയ്യണം. കാരണം അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതിനൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം NCERT ബുക്ക് നന്നായിട്ട് വായിക്കുക. പിന്നെ ഒരു കാര്യം, അതായത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ്സ് ഉണ്ടല്ലോ, ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ്സും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും. അപ്പോൾ ആ പോർഷൻ ക്ലാസ്സിന് ശേഷം ഒരുപാട് കുട്ടികളിൽ നിന്നും അത് അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് ഞാൻ ആ ഭാഗം ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കാരണം അതിൽ ഒരു രീതിയല്ല, ഒന്നിലധികം രീതികൾ ഉപയോഗിച്ച് പറഞ്ഞു തരാമോ എന്ന് പോലും കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് ചെയ്തു തരാം. കാരണം അതിന് നമുക്ക് ഇഷ്യൂ ഇല്ല, ഞാനത് വീണ്ടും ഒന്നും കൂടെ എടുക്കാം. ഇത്തിരി സമയം പോയാലും കുഴപ്പമില്ല, അതിന് ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ ഞാൻ ആ ഭാഗം ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ, യെസ്, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സോഡിയം ലാമ്പ് എക്സ്പെരിമെൻറ്റ്, അതിലേക്ക് ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. സി, S1, S2 are two sodium lamp. Sodium means average wavelength of sodium light around 5000 angstrom range. Exact value 589.6 nanometer. Sodium lamp wavelength 589.6 nanometer. ഓക്കെ, ഇനി ഇതൊരു സ്ക്രീനാണ് XY പ്ലെയിനിൽ. ദിസ് വൺ X, Z, Y along perpendicular to plane of the board and outward. ഇങ്ങനെയാണ് സ്ക്രീൻ. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് സ്ക്രീൻ. X, Y. സെഡ് അങ്ങോട്ട്, ഇതാ നോക്കൂ, X മുകളിലേക്ക്, Y ആക്സിസ് ഇങ്ങോട്ട്, സെഡ് അവിടേക്ക്. ഇനി ഇതാണ് സെൻറ്റർ. S1 നിന്നും S2 നിന്നും വരുന്ന ലൈറ്റ് റേസ് 3 ഡിഫറെൻറ്റ് വേയ്സ് നമുക്ക് അവരെ റെപ്രസെൻറ്റ് ചെയ്യാം. റേ വെച്ച് കാണിക്കാം. ലൈറ്റ് റേ. ഓക്കെ,
വേറൊരു പ്രൊസീജിയർ വേവ് മെത്തേഡ്, വേവ്. ഓക്കെ. തേർഡ് മെത്തേഡ് വേവ് ഫ്രണ്ട്. സി, നാരോ ഹോൾ, വെരി സ്മോൾ ഹോൾ, നാരോ സ്ലിറ്റ്, സ്മോൾ ഹോൾ. അപ്പോൾ ആ ഹോളിലൂടെ ലൈറ്റ് പുറത്തോട്ട് വരുമ്പോൾ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കുന്നു, ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അതുപോലെ ഇവിടെ നിന്നും സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഇപ്പോൾ 3 രീതിയിൽ ലൈറ്റ് റേസ് നമുക്ക് ലൈറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ റേ വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ വേവ് റെപ്രസെൻറ്റേഷൻ കാണിക്കാം, അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് വരയ്ക്കാം. ഈ ചാപ്റ്ററിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വേവ് ഫ്രണ്ടാണ്, വേവ് ഫ്രണ്ട്. ഓക്കെ. ഈ S1 എന്ന് പറഞ്ഞ സോഴ്സ്, അതായത് ഈ ബൾബിൽ നിന്ന് പുറത്തോട്ട് വരുന്ന യെല്ലോ ലൈറ്റ്, അത് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല പോവുക. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ലൈറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. ആക്ച്വലി ഇതൊരു പോയിൻറ്റ് സോഴ്സ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത്. കാരണം ഈ വേവ് ഫ്രണ്ടും റേയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി വരണം. താഴെയും ഇതുപോലെ സംഭവിക്കും. ഇവിടെ നിന്ന് പുറത്ത് പോക്കി വരുന്ന വേവ് ഫ്രണ്ട് ഇത്, അല്ലെങ്കിൽ റേ ഇതാ ഇങ്ങനെ. ഓക്കെ. ഒന്നും കൂടെ പറയാം. ഈ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ചെറിയ ഹോളാണല്ലോ. അപ്പോൾ ആ ഹോളിലൂടെ നേരെ മാത്രമേ ലൈറ്റ് പോകുമെന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ലൈറ്റിന് ഈ പോയിന്റിൽ നിന്നും പല ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ആവാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഓൾറെഡി ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ ഒരു പോയിന്റ് ആരായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് സോഴ്സ്. ആ പോയിന്റിൽ നിന്ന് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യും എല്ലാ ഡയറക്ഷനിലേക്കും. നമ്മളത് ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം ബാക്കിലോട്ടുള്ള വേവ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. ബാക്ക് വേവ്സ്, നോ ബാക്ക് വേവ്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ S1ഉം S2ഉം 2 സോഴ്സുകളാണ്. എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് പോകുന്നുണ്ട്. 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. റേ ഡയഗ്രാം വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വേവ് റെപ്രസെൻറ്റേഷൻ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേവ് ഫ്രണ്ട് വരയ്ക്കാം. ഇനി ഈ പോയിന്റിലോട്ട് വരാം. S1ൽ നിന്ന് വരുന്ന ഒരു റേ ഈ പോയിന്റിലോട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, S1 എന്ന ലൈറ്റ് ഇവിടേക്ക് മാത്രമാണോ വരുക വെച്ചാൽ അല്ല. ഞാൻ ആദ്യം ആ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ലൈറ്റ് എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഈ പോയിന്റിലും എല്ലാ പോയിന്റിലോട്ടും ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യം ആ സെൻറ്ററിലുള്ളൊരു പോയിന്റ് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് വന്ന റേ, റേ ഒപ്റ്റിക്സിൽ നമ്മൾ സാധാരണ റേ ആണ് വരയ്ക്കുക. ഇവിടെ നമ്മൾ അതിനൊപ്പം തന്നെ വേവ് കൂടെ കാണിക്കുന്നു. 1, 2, 2.5. അതുപോലെ S2ൽ നിന്ന് അവിടേക്ക് റേ വന്നു. അതുപോലെ തന്നെ S2ൽ നിന്ന് ലൈറ്റിന് ആ പോയിന്റിലോട്ട് മാത്രമല്ല, ലൈറ്റിന് എവിടേക്ക് വേണമെങ്കിലും ചെല്ലാം. ഞാൻ ആ പോയിന്റ് മാത്രം മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോക്കൂ, ഈ S2ൽ നിന്ന് വന്ന ലൈറ്റ് 1, 2, 2.5. സി, 1, 2, 2.5, ഗെയിൻ 1, 2, 2.5. ഇപ്പോൾ S1ൽ നിന്ന് വന്ന വേവ്സിൻ്റെ എണ്ണവും S2ൽ നിന്ന് വന്ന വേവ്സിൻ്റെ എണ്ണവും ഒരു സെക്കൻഡിൽ ഇവിടെ സെയിം ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് പറയാം S1ഉം S2ഉം കൊഹറൻറ്റ് സോഴ്സാണ്. ഓൾവേസ് ഈ പോയിന്റിലോട്ട് ലൈറ്റ് വരുമ്പോൾ ഫസ്റ്റ് വേവിൻ്റെ ക്രസ്റ്റും രണ്ടാമത്തെ വേവിൻ്റെ ക്രസ്റ്റും കൂടി ചേർന്നാൽ നമുക്ക് വലിയ ക്രസ്റ്റ് കിട്ടും. അതായത് ഇവൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1ഉം ഇവൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2ഉം വന്ന് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് A1 + A2 കിട്ടും. ഇനിയാണ് രസകരമായ കാര്യം. ഈ A1ഉം A2ഉം കൂടെ ചേർന്ന് A1 + A2 കിട്ടി. ആ A1 + A2 അതുപോലെ നിലനിൽക്കണമെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും കൊഹറൻറ്റ് സോഴ്സുകളായിരിക്കണം. ഇവിടെ എന്താ സംഭവിക്കാറിയാമോ? ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് 2.5, തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് വരുന്ന വേവ്സിൻ്റെ എണ്ണം പെർ സെക്കൻഡ് മാറാം. സി 1, 2, 3, 4, 5. ഇവിടെ നിന്ന് 2.5 ആണ്. ചിലപ്പോൾ ഇവൻ്റെ ക്രസ്റ്റിൻ്റെ മുകളിൽ ഇവൻ്റെ ആര് വരാം? ട്രഫ് വരാം. എന്ത് സംഭവിക്കും? ക്രസ്റ്റും ട്രഫും കൂടെ ചേർന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോലും പോവാം. ചിലപ്പോൾ മാക്സിമം അല്ല, മിനിമം അല്ല, ഇടയിലുള്ള വാല്യൂസും വരാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പോയിന്റിൽ ആൾവേസ് ക്രസ്റ്റും കൂടെ ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ ട്രഫും കൂടെ ഒരുമിച്ച് വരുന്നു. അങ്ങനെ വരണമെങ്കിൽ അവർ കൊഹറൻ്റ് ആയിരിക്കണം. ഇവിടെ ഇഷ്യൂ S1 and S2 ആർ നോട്ട് കൊഹറൻ്റ് ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയിന്റിൽ ലൈറ്റ് വന്ന് ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. സേ
ഇവിടെ നിന്ന് വന്നത് ഒരു I0, ഇവിടെ നിന്ന് വന്നത് I0. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുക, അതായത് ക്രസ്റ്റും കൂടെ ഒരുമിച്ച് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഞാൻ പറഞ്ഞുതരാം, 4I0 ആണ് വരിക, 4I0. പക്ഷേ ക്രസ്റ്റും ട്രഫും കൂടെ ഒരുമിച്ച് വന്നാലോ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയിട്ടും പോവാം. ചിലപ്പോൾ 2I വരാം, I0 വരാം, 3I0 വരാം. 4I0നും ഇടയിലുള്ള വാല്യൂസ് ഏത് വേണമെങ്കിലും വരാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൻകൊഹറൻറ്റ് സോഴ്സുകളാണെങ്കിൽ ഓൾവേസ് ക്രസ്റ്റും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലത്രേ. അപ്പോൾ രണ്ടും സോഡിയം ലാമ്പ് അല്ലേ, രണ്ടും 589.6 നാനോമീറ്റർ വേവ് ലെങ്ത് അല്ലേ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൊഹറൻ്റ് ആവണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരാം. പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഇതുവരെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും. എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൊണ്ടോ ഫിലമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള പ്രോബ്ലം കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും കോൺസ്റ്റൻറ്റ് ഫേസ് റിലേഷൻഷിപ്പ് ഈ പോയിന്റിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് അബ്രപ്റ്റ് ഫേസ് ചേഞ്ചസ് എന്ന്. അബ്രപ്റ്റ് ഫേസ് ചേഞ്ചസ്, ദാറ്റ്സ് വൈ ദ ലൈറ്റ് ഫ്രം ദി സോഴ്സസ് കനോട്ട് കീപ്പ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഒന്നുകൂടെ പറയട്ടെ. എന്താണ് മീനിങ്? ഇത്രയേ ഉള്ളൂ. അതായത് ആൾവേസ് ക്രസ്റ്റും കൂടെ ഒരുമിച്ച് വരില്ല. ചിലപ്പോൾ വരാം, വരാതിരിക്കാം. തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ ക്രസ്റ്റും ട്രഫും കൂടെ വരാം, ക്യാൻസൽ ചെയ്ത് പോവാം, പലതും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 4I0നും 0നും ഇടയിലുള്ളൊരു വാല്യൂ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതായത് I = 4I0 × cos² φ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ 4I0 × 1/2 എന്ന് കിട്ടും. 2 കട്ടാവും, എന്നിട്ട് നമുക്ക് 2I0 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മിക്കുക, ഇൻകൊഹറൻറ്റ് സോഴ്സുകളാണെങ്കിൽ ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി 4I0, 3I0, 2I0, I0, 0 അങ്ങനെ മാറി വരുന്നത് കാരണം നിങ്ങളുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നിങ്ങൾക്ക് എന്തേ ഫീൽ ചെയ്യുള്ളൂ? ടൈം ആവറേജ്ഡ് ഇൻറ്റൻസിറ്റിയാണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുക. ഈ ടൈം ആവറേജ്ഡ് ഇൻറ്റൻസിറ്റിയാണ് 2I0, പ്രൊവൈഡഡ് ഇവിടെ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റിയും ഇവിടെ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റിയും I0 ആണെങ്കിൽ മാത്രമേ രണ്ടുപേരും കൂടെ ചേർന്ന് 2I0 വരുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ 2I0 ആയിരിക്കുമെന്ന് വെച്ചാൽ ആയിരിക്കണം എന്നില്ല, വേറെ വല്ല വാല്യൂസും ആയിരിക്കാം. പക്ഷേ ടൈം ആവറേജ് വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2I0 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ടൈം ആവറേജ്ഡ് വാല്യൂ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇതുപോലെ തന്നെ വേറൊരു പോയിന്റ് ചൂസ് ചെയ്താൽ ആ പോയിന്റിലോട്ട് ലൈറ്റ് വരാമല്ലോ. അപ്പം നമുക്ക് വേവ്സിനെ കാണിക്കാമല്ലോ. ഈ രണ്ട് വേവുകൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻ്റായ ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന്. കാരണം എത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് രണ്ട് സോഴ്സുകളെ ഡിസൈൻ ചെയ്താലും എക്സാക്ട്ലി അവർ സെയിം ആയിരിക്കില്ല. എത്ര എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ റീസൺസ് ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇനി താഴേക്കൊരു പോയിൻ്റ് എടുത്തോ, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തോ, എവിടെ വേണമെങ്കിൽ പോയിൻറ്റ്സ് എടുത്തോ. ഈ പോയിന്റുകളിലൊക്കെ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ഒക്കെ നടക്കും. പക്ഷേ ആ ഇൻ്റർഫറൻസ് നടന്ന് ആ നിലനിൽക്കുന്ന ഇമ്പാക്റ്റ് നിലനിൽക്കില്ല. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ലൈറ്റ് റേസ് വന്ന് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഈ സോഴ്സുകളിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഫേസ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ത്രൂ ഔട്ട് ഒരു പോയിന്റിൽ നടക്കില്ലെന്ന്. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഒരു പോയിന്റിൽ ഏറെ സമയം ലാസ്റ്റ് ചെയ്യില്ലെന്ന്, മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, സ്ക്രീനിൻ്റെ മുകളിൽ എന്ത് സംഭവിക്കും? ഈ സ്ക്രീൻ ഇങ്ങനെയാണേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ സ്ക്രീനിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സ്ക്രീനിൽ ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? മൊത്തം ലൈറ്റില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ. അതായത് ഈ സ്ക്രീനിൽ നമ്മൾ എന്തോ ഒബ്സർവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി യൂണിഫോം ഇലിമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ചില ഭാഗങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടുതൽ പിന്നെ ഇൻറ്റൻസിറ്റി കുറയുക അങ്ങനെ ഒരു ഫിനോമിനൻ ഇല്ലെന്ന്. ഇൻറ്റൻസിറ്റി ചില ഭാഗങ്ങളിൽ കൂടുതലായിരിക്കുക, ചില പോർഷൻസ് കുറവായിരിക്കുക, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നോക്ക്, ഇതാ ഇപ്പോൾ ഇവിടെ ഈ സെൻറ്ററിൽ ഭയങ്കര ഇൻറ്റൻസിറ്റി, അതായത് നല്ല ലൈറ്റുണ്ട്, ഈ ഭാഗം നല്ല ലൈറ്റുണ്ട്, എന്നാൽ ഈ ഭാഗത്തും ലൈറ്റ് ഇല്ല, പിന്നെ വീണ്ടും ലൈറ്റ് വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പാറ്റേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരെന്തായാൽ കൊഹറൻ്റ് ആയാൽ. ഇതിപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഈ സ്ക്രീനിൻ്റെ മുകളിൽ എല്ലാ ഭാഗങ്ങളിലും, ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഡിസ്റ്റൻസിൻ്റെ വേരിയേഷൻ കാരണം ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. പക്ഷേ ഇവിടെ ഓവറോൾ എന്ത് സംഭവിക്കും? ഈ സ്ക്രീൻ നമ്മൾ നോക്കിയാൽ അതിൻ്റെ മുകളിൽ യൂണിഫോം ഇലിമിനേഷൻ കിട്ടും. അത്രേ I0, 2I0. ഇപ്പം ഞാൻ പറഞ്ഞത് S1, S2 സോഡിയം ലാമ്പുകളാണ്.
പക്ഷേ എന്നാലും അവർ കൊഹറൻ്റ് അല്ല. അവരിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് വീഴുമ്പോൾ ലൈറ്റ് റേസിന് ഒരിക്കലും കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യട്ടെ, നോക്ക്. S1 S2 സോഡിയം ലാമ്പാണ്. അപ്പോൾ അവരുടെ വേവ് ലെങ്ത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, 589.6. എൻ്റെ കയ്യിൽ ഇതിനകത്ത് യെല്ലോ കളർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്തത്. കാരണം ഈ ബോർഡിൽ ഈ ഗ്രീൻ കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ യെല്ലോ കണ്ടോ, ഇതും യെല്ലോ ആണ്, ഇതും യെല്ലോ ആണ്. ഈ യെല്ലോ കളറുകളാണ് ഇവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്ക്രീനിൽ എല്ലാ ഭാഗങ്ങളിലും യൂണിഫോം യെല്ലോ ആയിട്ടാണ് വരിക. ഓക്കെ, ഇവർ കൊഹറൻറ്റ് സോഴ്സുകൾ ആയിരുന്നെങ്കിൽ, അല്ല ഒരിക്കലും അല്ല, ആയിരുന്നെങ്കിൽ എന്തുണ്ടാവും ചോദിച്ചാൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നല്ല യെല്ലോയിഷ് ആയിരിക്കും, തൊട്ടപ്പുറം ഇപ്പുറം ബ്ലാക്ക് ആയിരിക്കും, വീണ്ടും അപ്പുറം ഇപ്പുറം യെല്ലോ വരും, പിന്നെ വീണ്ടും ബ്ലാക്ക് അങ്ങനെ വരും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം ഇത് ഇൻകൊഹറൻറ്റ് സോഴ്സുകളാണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ ഇൻകൊഹറൻ്റ് ആണ്. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, അബ്രപ്റ്റ് ഫേസ് ചേഞ്ച് വരാനുള്ള കാരണം എന്താ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ 2 ബൾബ് വാങ്ങിച്ചു, കടയിൽ പോയി 2 ബൾബ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ബൾബ് മേടിക്കുമ്പോൾ കടക്കാരനോട് നിങ്ങൾ പറഞ്ഞു എക്സാക്ട് 20 വാട്ട് ബൾബ് വേണം. അപ്പോൾ 20 വാട്ട് 2 ബൾബ് കിട്ടി നിങ്ങൾക്ക്. ഈ 2 ബൾബുകൾ നിങ്ങളുടെ ലൈൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ 230 വോൾട്ട് 5 ആംപിയർ ആണ്. ഈ 235 ആംപിയറിലേക്ക് നിങ്ങൾ 2 ബൾബുകളെ ഒരേപോലെ കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ 2 ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു ചുമരിൻ്റെ മുകളിൽ വന്ന് വീണു എന്ന് വിചാരിച്ചു. ഒരു വാളിൻ്റെ മുകളിൽ വന്ന് വീണു. അപ്പോൾ ആ വാളിൻ്റെ മുകളിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. അതായത് ഈ വരുന്ന 2 ബൾബുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വാളിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാം, അതായത് കൂടിച്ചേർന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും 2ൽ നിന്നും വരുന്ന വേവ്സ് തമ്മിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ചോദിച്ചാൽ സ്ക്രീനിൻ്റെ മുകളിൽ യൂണിഫോം ഇലിമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു വെഹിക്കിൾ, നിങ്ങളുടെ കാറാന്ന് വിചാരിച്ചു. കാറിൻ്റെ ഹെഡ് ലാമ്പ്, ഇപ്പോൾ ഒരു മാരുതി കാറിന് 2 ഹെഡ് ലാമ്പ്, അപ്പുറം ഇപ്പുറം 2 ഹെഡ് ലാമ്പുകളുണ്ട്. ഈ ഹെഡ് ലാമ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും രണ്ടും എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ പോലെയല്ലേ തോന്നുക? എക്സാക്ട്ലി ഫിസിക്കലി നിങ്ങൾക്ക് ഐഡൻറ്റിക്കലായിട്ട് തോന്നുന്നു രണ്ടും ഒരുപോലെ. പക്ഷേ നിങ്ങൾ ഈ ഹെഡ് ലാമ്പുകൾ 2 ഓൺ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹെഡ് ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് I0, സെക്കൻഡ് ഹെഡ് ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റും I0. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിൽ എന്ത് വന്നു, ലൈറ്റ് വന്ന് വീണു. ഓക്കെ, അപ്പോൾ കറക്റ്റ് മിഡ് പോയിൻ്റ്, അതായത് ഈ കാറിൻ്റെ 2 ഹെഡ് ലാമ്പുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ. സപ്പോസ് ഈ 2 ഹെഡ് ലാമ്പുകൾ കൊഹറൻ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ I0 കൂടെ ഈ റോഡിലുള്ള മിഡ് ലൈനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ I0 + I0 4I0 കിട്ടും, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ. ഓക്കെ, തൊട്ടപ്പുറത്തും റോഡിൻ്റെ ആ സെൻട്രൽ ലൈൻ കഴിഞ്ഞ് തൊട്ടപ്പുറവും എന്ത് വരും, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്ന പോയിന്റ് ലൈറ്റേ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, 2ഉം കൊഹറൻറ്റ് സോഴ്സുകളായിരുന്നെങ്കിൽ നമ്മൾ റോഡിലെ ഒരു പോർഷൻ അനലൈസ് ചെയ്താൽ സീബ്ര ലൈൻ വരച്ച പോലെ ഇരിക്കും. അതായത് മാക്സിമം ലൈറ്റ്, അപ്പുറം ലൈറ്റ് ഇല്ല, പിന്നെ വീണ്ടും അപ്പുറം ലൈറ്റ് ഉണ്ട്. നമുക്കൊരു പാറ്റേൺ ലൈക്ക് അറേഞ്ച്മെൻറ്റ് കിട്ടണമായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാറിൻ്റെ ഹെഡ് ലാമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാറുണ്ടോ? ഒരിക്കലും കിട്ടില്ല. എന്താ കാരണം? കിട്ടാത്തതിൻ്റെ കാരണം ഒരിക്കലും ഇവന്മാർക്ക് 2 പേർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, കൊഹറൻറ്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചെന്ന് വീഴുമ്പോൾ ആ പോയിന്റിൽ ആൾവേസ് ക്രസ്റ്റും അല്ലെങ്കിൽ ട്രഫും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റും ആൾവേസ് അങ്ങനെ വരില്ലെന്ന്, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത്രയും. അതാണ് ഈ അബ്രപ്റ്റ് ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ പറയുകയാണ്, എന്താ സംഭവിക്കുക, 2 ഹെഡ് ലാമ്പുകൾ ഓൺ ചെയ്തു, റോഡിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യൂണിഫോം ഇലിമിനേഷൻ കിട്ടും. ഒരുപാട് ദൂരേക്കൊന്നും പോരുത് കേട്ടോ, കാരണം അത് ഇൻറ്റൻസിറ്റി പ്രശ്നം വരും. ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² നിങ്ങൾ റയോപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റിലോട്ട് പോരുത്. കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്, മീൻസ് വണ്ടി ഓടുന്നില്ല, എന്നിട്ട് 2 ഹെഡ് ലാമ്പ് ഓൺ ചെയ്തിട്ടു. അപ്പോൾ റോഡിലുള്ള ഒരു ചെറിയ പോർഷൻ അനലൈസ് ചെയ്തു, യൂണിഫോം ഇലിമിനേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻ്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സപ്പോസ് ഇവർ കൊഹറൻ്റ് ആയിരുന്നെങ്കിൽ, കൊഹറൻ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, കറക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലൈൻ, ആ ലൈനിൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, തൊട്ടിപ്പുറത്തും കൂരാക്കൂരിട്ട്, പിന്നെ വീണ്ടും ഭയങ്കര വെളിച്ചം. അതായത് ഭയങ്കര വെളിച്ചം കൂരാക്കൂരിട്ട് അങ്ങനെ പോവും. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ സംഭവിക്കില്ല. ഒരു തരത്തിൽ ഭാഗ്യമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ 2 സോഴ്സുകൾ കൊഹറൻറ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ചില ഭാഗങ്ങളിൽ ലൈറ്റ് അപ്രത്യക്ഷമായി പോയനെ, ചില ഭാഗങ്ങളിൽ ഭയങ്കര വെളിച്ചമായനെ. അങ്ങനെ സംഭവിക്കില്ലെന്ന്.
ക്ലിയർ ആണോ? അതാണ് ഞാൻ ഹിസ്റ്ററിയിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് ചില കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ്. ചിലപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ പ്രോബ്ലം ആവാം, ചിലപ്പോൾ നിങ്ങളത് എന്താണ് യഥാർത്ഥ സെൻസ് മനസ്സിലായിട്ടുണ്ടാവില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് 2 ഇൻഡിപെൻഡൻറ്റ് ഹെഡ് ലാമ്പുകൾ ഒരു കാരണവശാലും കൊഹറൻറ്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല. ഈവൻ ദോ ദേ ആർ മാനുഫാക്ചേർഡ് ബൈ ദ സെയിം കമ്പനി, സെയിം സ്പെസിഫിക്കേഷൻ, ഈവൻ ദോ there is some abrupt phase changes of light from the sources. Clear? Yes. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? കൊഹറൻറ്റ് സോഴ്സുകളിലേക്ക് പോകാം. അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു പ്രൊസീജിയറുണ്ട് എന്തുണ്ടാക്കാൻ, കൊഹറൻറ്റ് സോഴ്സുകൾ ഉണ്ടാക്കാൻ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഈ കൊഹറൻറ്റ് സോഴ്സുകൾക്കുള്ള പ്രൊസീജിയർ. അതിൽ ഒരെണ്ണമാണ് യങ്സ് ഡബിൾ സ്ലിറ്റ്. പിന്നെ ഫ്രണ്ടൽ ബൈപ്രിസം എന്ന് പറഞ്ഞ അറേഞ്ച്മെൻ്റ് ഉണ്ട്, ലോയിഡ് മിറർ എന്ന് പറയുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്തിനാണ്? ടു ഫൈൻഡ് അൺനോൺ വേവ് ലെങ്ത്. ലൈറ്റ് ഉണ്ടല്ലോ, വിസിബിൾ സ്പെക്ട്രം, അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കാണാൻ. അല്ലെങ്കിൽ ഈ എൻറ്റയർ സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ലിക്വിഡുകളുടെ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ NCERT ബുക്കിൽ ആ ഫിഗർ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഇത് എസ് എന്ന് പറഞ്ഞാൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സാണ്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് സിംഗിൾ വേവ് ലെങ്ത്. നേരത്തെ പറഞ്ഞതുപോലെ സോഡിയം ലാമ്പ് ഒരു സിംഗിൾ വേവ് ലെങ്ത്താണ് എമിറ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ അബ്രപ്റ്റ് ഫേസ് ചേഞ്ചസ് ഒക്കെ വരാം. ഇപ്പോൾ ഈ സോഡിയം ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു കാർഡ്ബോർഡ് ഷീറ്റാണ്. അതായത് ഈ വരുന്ന ലൈറ്റിൻ്റെ ഇവിടുന്ന് വരുന്ന ലൈറ്റിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്നൊരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ആ കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ 2 ഹോൾസ് ഇട്ടു, S1 S2. അപ്പോൾ നോക്കൂ, ഈ വരയ്ക്കുന്നത് റേ ആണ് കേട്ടോ. അതായത് ഈ വരയ്ക്കുന്ന ലൈൻ റേ ഡയഗ്രമാണ്. റേ ഇവിടുന്നും റേ വന്നു. നിങ്ങൾക്ക് വേവ് റെപ്രസെൻറ്റേഷൻ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന വേവ് ഫ്രണ്ട് റെപ്രസെൻറ്റേഷൻ കാണിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് വേണമെങ്കിലും കാണിക്കാം. ഞാനിപ്പോൾ വരച്ചത് റേ ആണ്. ഈ റേസ് ഇവിടെ എത്തിയാൽ ഈ 2 ഹോളുകൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആ ഹോളിലൂടെ ലൈറ്റ് പുറത്തോട്ട് വരും. അപ്പോൾ നോക്കൂ, ഈ 2 ഹോളുകളിൽ നിന്ന് ലൈറ്റോട്ട് പുറത്തോട്ട് വരുമ്പോൾ ഇത് രണ്ടും വന്നത് എവിടുന്ന? ഇവിടെ നിന്നല്ലേ, ഇയാളല്ലേ സോഴ്സ്. അപ്പോൾ ഈ S1 എന്തെങ്കിലും ലൈറ്റിന് അബ്രപ്റ്റ് ഫേസ് ചേഞ്ച് വന്നാൽ ഒപ്പം S2 വരും. കാരണം ബോത്ത് ആർ ഡിറൈവ്ഡ് ഫ്രം എസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ഈ S1 S2 ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം S1 S2 പുതിയ സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം S1 S2 ന്യൂ സോഴ്സസാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ലൈറ്റോട്ട് പുറത്തോട്ട് വരും. ഞാൻ റേ വരയ്ക്കാം. ഇപ്പോൾ ഇതാ ഈ P എന്ന് പറഞ്ഞൊരു പോയിന്റ്, അവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് S1 നിന്നും ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ S2 നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഈ S1 നിന്നും S2 നിന്നും ലൈറ്റ് വരുന്നു. ഏത് പോയിന്റ്? ഈ P എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് എവിടെ, സ്ക്രീനിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പഠിപ്പിച്ചത് പ്രകാരം എല്ലാ റീജൻസിലും, അതായത് ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഏത് പോയിന്റ് എടുത്താലും എല്ലാ പോയിന്റിനും ഒരേ ഇൻറ്റൻസിറ്റി ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അത് ഇൻകൊഹറൻ്റ് ആയിരുന്നു. ഹിയർ വി ആർ ഡിസ്കസിങ് കൊഹറൻറ്റ് സോഴ്സസ്. S1 S2 കൊഹറൻ്റ് ആണ്. റീസൺ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ വൺ. അപ്പോൾ എങ്ങനെ കൊഹറൻ്റായി? ഇവിടെ എന്തെങ്കിലും ലൈറ്റ് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ എന്തെങ്കിലും അബ്രപ്റ്റ് ഫേസ് ചേഞ്ചസ് വന്നാൽ ഒപ്പം ഇവിടെയും വരും. അങ്ങനെ P എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് സംഭവിക്കും? അതാണ് ഇൻട്രസ്റ്റിംഗ് സംഭവം. അതായത് നോക്കൂ, ഇത് ആ സ്ക്രീനിൻ്റെ സെൻട്രൽ ലൈനാണ് വിചാരിച്ചു. ഈ ലൈൻ സെൻട്രൽ ലൈൻ. കാരണം ഇവിടെ നിന്ന് ലൈറ്റ് വന്നു, ഇവിടെ നിന്ന് ലൈറ്റ് വന്നു. ഇനി വേവ് ഫ്രണ്ട് വെച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ടാണ് കാണിക്കട്ടെ. അതെങ്ങനെ കാണിക്കുക? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഇവിടെ നിന്നും സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് വരുന്നു. ഈ വേവ് ഫ്രണ്ടുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെയും കാണിക്കാം. അപ്പോൾ ഇത് സ്ക്രീനിൻ്റെ സെൻട്രൽ ലൈനാണെങ്കിൽ ഈ ഭാഗം ബ്രൈറ്റ് ആയിരിക്കും. നിങ്ങളിവിടെ ഉപയോഗിച്ചത് ബ്ലൂ കളറാണെങ്കിൽ ഈ ലൈൻ ബ്ലൂ ലൈനായിരിക്കും. തൊട്ടപ്പുറത്ത്, അതായത് ഈ പോയിന്റിലും എന്തുണ്ടാവില്ല? ലൈറ്റ് ഉണ്ടാവില്ല. വീണ്ടും ലൈറ്റ് ഉണ്ട്, കണ്ടോ? ബ്രൈറ്റ്. വീണ്ടും ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഷെയ്ഡില്ലേ, ആ ഷെയ്ഡാണ് എന്തായിട്ട് ബ്ലാക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ്? മാക്സിമം മിനിമം അതുപോലെ താഴേക്കും മാക്സിമം മിനിമം അങ്ങനെ പോകും. അതായത് ആ സ്ക്രീൻ നമ്മൾ അനലൈസ് ചെയ്താൽ സ്ക്രീനിൻ്റെ സെൻട്രൽ പോർഷൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. തൊട്ട് മുകളിലേക്കും തൊട്ട് താഴേക്കും ബ്രൈറ്റ്നസ് കുറഞ്ഞ് മിനിമം ആവും. വീണ്ടും തൊട്ട് മുകളിലേക്കും തൊട്ട് താഴേക്കും ബ്രൈറ്റ്നസ് കൂടി മാക്സിമം ആവും. അപ്പം ഞാൻ പറഞ്ഞത് ഒരു പാറ്റേൺ ആണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് സ്ക്രീനിൻ്റെ മുകളിൽ യൂണിഫോം ഇലിമിനേഷൻ അല്ല. അതിന് കാരണം ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ
S1 നിന്ന് വന്ന ലൈറ്റ് റേയുടെ ക്രസ്റ്റ് S2 നിന്ന് വരുന്ന ലൈറ്റ് റേയുടെ ക്രസ്റ്റിൻ്റെ മുകളിലാണ് കയറുന്നതെങ്കിൽ ആൾവേസ് അതായിരിക്കും. യു ഗോട്ട് ദ പോയിന്റ്? ഇൻകൊഹറൻ്റ് ആണെങ്കിൽ അത് മാറി 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 വരാം. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. കൊഹറൻറ്റ് സോഴ്സുകളായതുകൊണ്ട് ഈ സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ആ ഇൻറ്റൻസിറ്റി പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം ഇലിമിനേഷൻ അല്ല, പകരം ഒരു പാറ്റേൺ ആണ്. അതായത് ചില ഭാഗങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടുതലും ചില ഭാഗങ്ങളിൽ ഇൻറ്റൻസിറ്റി കുറവുമായുള്ള ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുക. ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ഈ രണ്ട് സോഴ്സുകൾ എന്തായിരിക്കണം? കൊഹറൻ്റ് ആയിരിക്കണം. അത് കൊഹറൻ്റ് ആവണമെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സോഴ്സിൽ നിന്നായിരിക്കണം. ഇപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ 2 പിൻ ഹോൾസ് ഇട്ട് അതിലൂടെ കടത്തിവിടും. അതിലൂടെ കടത്തിവിടുമ്പോൾ ആ 2 പിൻ ഹോളുകളും ആരായിട്ട് ആക്ട് ചെയ്യും? കൊഹറൻറ്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒരു സ്ക്രീനിൻ്റെ മുകളിൽ ചെന്ന് വീഴുമ്പോൾ അവിടെ ഒരു പാറ്റേൺ കിട്ടും, ഒരു ഭംഗിയുള്ള പാറ്റേൺ കിട്ടും. ഈ പാറ്റേണിനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. നേരത്തെ സോഡിയം ലാമ്പ് വെച്ച് എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ ഒരു പാറ്റേൺ കിട്ടില്ല. കാരണം 2 ഇൻഡിപെൻഡൻറ്റ് സോഡിയം സോഴ്സുകൾ എന്തായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? ഇൻകൊഹറൻ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ക്ലിയർ? NCERT ബുക്ക് നോക്കാം. നമുക്ക് ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗർ അവർ വരച്ചത് നോക്കാം. നോക്കൂ, ഇതിൽ എസ് അവർ മാർക്ക് ചെയ്തിട്ടില്ല. ഈ എസ് എന്ന് പറയുമ്പോൾ ഒരു പോയിൻറ്റ് സോഴ്സാണ്. എസ് ഇവിടെ നിന്ന് 3 ഡയമെൻഷനിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈറ്റ് പോകുന്നുണ്ട്. നമ്മൾ റേ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതാണ് റേ. ഇതാണ് റേ. ഇങ്ങനെ കാണിക്കാം. റേ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നു, ഇവിടേക്കൊക്കെ ലൈറ്റ് വരും. ഇത് റേ ഡയഗ്രാമാണ്. റേ നിങ്ങൾ റേ ഒപ്റ്റിക്സിൽ പഠിച്ച റേ. ഇവിടെ ഇതൊരു ഒപ്പേക്കായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റാണ്. ആ കാർഡ്ബോർഡ് ഷീറ്റ് 2 ചെറിയ ഹോൾസ്, S1 എന്ന് പറഞ്ഞ ഹോൾ, S2 എന്ന് പറഞ്ഞ ഹോൾ, ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് D. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഈ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തിവിടാത്ത ഭാഗമാണ്. ഈ ബ്ലാക്ക് കളറിൽ ഈ കാണുന്ന ബ്ലൂ ഡോട്ട് ഇല്ലേ, ആ ബ്ലൂ ഡോട്ട് മാത്രമാണ് പിൻ ഹോൾസ്. അതിലൂടെയാണ് ലൈറ്റ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതിലൂടെ ലൈറ്റ് പുറത്തോട്ട് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റേ വെച്ച് വരയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന ഇവിടെ സോഴ്സ് കാണിച്ച് ഇവിടെ നിന്ന് എന്ത് വരുന്നതായിട്ട് കാണിക്കാം, വേവ്സ് വരുന്നത് കാണിക്കാം, അങ്ങനെ വരയ്ക്കാം. ഇനി അല്ല അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോഴ്സ് വരച്ചതിന് ശേഷം വേവ് ഫ്രണ്ട് കാണിക്കാം. അതാ വേവ് ഫ്രണ്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് ഇവിടെ S1 വന്ന് വീഴുന്നു, S2 വന്ന് വീഴുന്നു, എന്നിട്ട് പുറത്തോട്ട് കിടക്കുന്നു. ഇവിടെ ഞാനൊരു ബ്ലാക്ക് ലൈൻ വരയ്ക്കുമ്പോൾ നോക്ക്, ഈ ഭാഗത്തുകൂടെയും ഈ ഭാഗത്തുകൂടെ ലൈറ്റിന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഈ ഹോളിലൂടെ മാത്രമാണ് ലൈറ്റ് പുറത്തോട്ട് കിടക്കുന്നത്. ഓക്കെ, ഈ S1 നിന്നും S2 നിന്നും ലൈറ്റ് ഇതാ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന S1 നിന്നും S2 നിന്നും വരുന്ന ലൈറ്റ്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒറിജിനൽ സോഴ്സ് ഉണ്ട്. ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റാണ് S1 S2 വന്ന് വീണത്. S1 S2 2 പിൻ ഹോൾസ് ആണ്. അതിലൂടെ പോകുന്ന ലൈറ്റാണ് സ്ക്രീനിന് മുകളിൽ വന്ന് വീണത്. ഇതൊരു സ്ക്രീനാണ്. അതായത് ഇത് കണ്ടോ, എക്സ് മുകളിലോട്ട് എക്സ്, ഇങ്ങോട്ട് ഇവർ ഡോട്ട് ഇട്ടിരിക്കുന്നുണ്ടോ, വൈ ഇങ്ങോട്ട്. അപ്പോൾ ഇത് എക്സും ഇത് വൈയുമാണ്. അപ്പോൾ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഈ ബോർഡല്ല ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്ന ആ സ്ക്രീനില്ലേ, ആ സ്ക്രീൻ നമുക്ക് XY പ്ലെയിനിലാണ്. ഓക്കെ, ഇപ്പോൾ XY പ്ലെയിനിലാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവർ NCERT ബുക്കിൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും, അതായത് നമ്മളിവിടെ ഇതാരാണ്, കാർഡ്ബോർഡ് ഷീറ്റ്, ഈ S1 S2 ആണ് സോഴ്സ്. അപ്പോൾ ഈ S1 S2 ലൈറ്റ് വരുമ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് മാത്രമാണോ വരിക? ഇത് റേ ആണ് കേട്ടോ, അത് റേ ആണ് ഈ വരച്ചിരിക്കുന്നത്. NCERT ബുക്കിൽ വരച്ചിരിക്കുന്നത് റേ ആണ്. നമുക്ക് വേണമെങ്കിൽ വേവ് റെപ്രസെൻറ്റേഷൻ കാണിക്കാം. ഇതുപോലെ എങ്ങനെ കാണിക്കാം? ഇത് വേവ് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. വേവ് റെപ്രസെൻറ്റേഷൻ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കാണിക്കാം? വേവ് ഫ്രണ്ട് റെപ്രസെൻറ്റേഷൻ കാണിക്കാം. ഇങ്ങനെ കാണിക്കാം, വേവ് ഫ്രണ്ട് റെപ്രസെൻറ്റേഷൻ. ഈ പോകുന്നതിന് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഇപ്പോൾ വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ റേ ആണോ വേണ്ടത്, വേവ് ആണോ വേണ്ടത്, വേവ് ഫ്രണ്ട് ആണോ വേണ്ടത്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. കാരണം ഈ ചാപ്റ്ററിൽ കുറച്ച് അങ്ങനെ ഉണ്ട്, കുറേ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. അപ്പോൾ വേറൊരു ഡൗട്ട് വരും, ഈ ഇവിടുന്ന് വരുന്ന ലൈറ്റും P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മാത്രമാണോ വരിക? അല്ല, NCERT ബുക്കിൽ അവരൊരു പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അത്രയേ ഉള്ളൂ. എനിക്ക് P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം, കാരണം അവിടേക്കും ലൈറ്റ് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ വരാം. ഇപ്പോൾ ഇവിടേക്ക് വരുമോ? ഇവിടേക്കും വരാം. ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ വരാം. കാരണം ഈ സോഴ്സിൽ നിന്ന് പോകുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടല്ലോ.
ബാക്കിലോട്ട് പോവില്ല, കാരണം നമ്മുടെ അസംഷൻ പ്രകാരം അടച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ അടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് എനർജി സ്പ്രെഡ് ചെയ്യുക എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹൈജൻസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോയിന്റിലോട്ട് വരാം, ഇങ്ങനെ വരാം, സെൻറ്ററിലോട്ട് വരും, ഓ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരും, ഓ എന്ന് പറഞ്ഞ പോയിന്റിലോട്ടും വരാം. ഈ സ്ക്രീനിൻ്റെ മുകളിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈറ്റ് വരാം. പക്ഷേ ലൈറ്റ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സോഡിയം ലാമ്പ് എക്സ്പെരിമെൻറ്റ് ചെയ്തതുപോലെയല്ല. ഈ സ്ക്രീൻ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആ സ്ക്രീനിൽ ഒരു പാറ്റേൺ ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും എന്തായിരിക്കണം? കൊഹറൻറ്റ് സോഴ്സുകളായിരിക്കണം. എന്തായിരിക്കണം? കൊഹറൻറ്റ് സോഴ്സുകളായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി 1-2 പിക്ചേഴ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് NCERT ബുക്കിലോട്ട് വരാം. ഓക്കെ, മക്കൾ നോക്കൂ, ഇവിടെ നോക്കൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണത്. ഇതിൽ ഈ എസ് എന്ന് പറഞ്ഞ സോഴ്സ് ഇതുണ്ടോ? സോഴ്സ് ഇതൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സാണ്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത്. നേരത്തെ സോഡിയം ലാമ്പ് പോലത്തെ ഒരു സിംഗിൾ ലാമ്പ്. ഇവിടെ നിന്ന് ഈ വരച്ചിരിക്കുന്നത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടാണ്. റേ അല്ല വരച്ചിരിക്കുന്നത്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിനെ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഹോളിലൂടെ കടത്തി വിട്ടു. അപ്പോൾ ഇതിനെ നമ്മൾ സ്ലിറ്റ് എന്നാണ് പറയുക. ചെറിയ ഹോളുകൾ, സ്ലിറ്റ്, സ്മോൾ ഗ്യാപ്പ്. ഈ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ലിറ്റിലുള്ള ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് ആരായിട്ട് ആക്ട് ചെയ്യും? പുതിയ സോഴ്സായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഹൈജൻസ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വേവ് ഫ്രണ്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത് വേവ് ഫ്രണ്ടാണ്. നമുക്ക് ഒരു റേ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അത് റേ ആണ്. ആ റേ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, എല്ലാ ഭാഗങ്ങളിലേക്കും വരാം. പക്ഷേ ഈ ഭാഗമെല്ലാം ഒപ്പേക്ക്, ഇത് ഒപ്പേക്കാണ്, ഇത് ഒപ്പേക്കാണ്, ഇത് ഒപ്പേക്കാണ്. ഈ ഭാഗത്തിലൂടെ മാത്രമേ ലൈറ്റിന് പുറത്തോട്ട് കടക്കാൻ കഴിയൂ. കാരണം S1 S2 വളരെ ചെറിയ സ്ലിറ്റുകളാണ്, നാരോ സ്ലിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് റേ ആണ്, ഞാനിപ്പോൾ വരച്ചത് കേട്ടോ. ഇതാണ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഈ വേവ് ഫ്രണ്ട് അലൗഡ് ടു ഫാൾ ഓൺ 2 നാരോ സ്ലിറ്റ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ ഈ സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അതുപോലെ രണ്ടാമത്തിൽ നിന്ന് വന്നത് വേറെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സോഴ്സിൽ നിന്ന് വന്ന ലൈറ്റ് റേസ്. അങ്ങനെ ഈ രണ്ടിൽ നിന്നും വന്ന വേവ് ഫ്രണ്ടുകൾ നമ്മുടെ ഇതൊരു സ്ക്രീനാണ്. നേരത്തെ വരച്ചതുപോലെ ഇവിടേക്ക് നമുക്ക് Y ആക്സിസും ഇവിടേക്ക് X ആക്സിസും എടുക്കണമെങ്കിൽ ഇവിടെ ഒരു XY പ്ലെയിനിൽ നമുക്കൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൻ്റെ മുകളിൽ എന്താ ഈ പോയിന്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. തൊട്ട് മുകളിലേക്ക് പോയാൽ ഇവിടെ മിനിമം, തൊട്ട് താഴേക്ക് വന്നാൽ ഇവിടെയും മിനിമം, പിന്നെ വീണ്ടും മുകളിലേക്ക് പോയാൽ മാക്സിമം, താഴേക്ക് വന്നാലും മാക്സിമം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാ സ്ക്രീനിൻ്റെ മുകളിലുള്ള ഒരു ഇൻറ്റൻസിറ്റി പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രീൻ, ആ സ്ക്രീനിൻ്റെ ഈ പോർഷൻ, അതായത് ഈ ഭാഗം നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് വന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0, അതുപോലെ ഇവിടെ നിന്ന് വന്ന ലൈറ്റിന് ഇൻറ്റൻസിറ്റി I0. അങ്ങനെയാണെങ്കിൽ I0 കൂടെ ചേർന്ന് ഈ പോർഷനിലെ ഇൻറ്റൻസിറ്റി 4I0 ആയിരിക്കും. ഈ ഭാഗത്തെ ഇൻറ്റൻസിറ്റി 4I0 ആയിരിക്കും. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഈ പോർഷനെ വിളിക്കുന്ന പേര് സെൻട്രൽ മാക്സിമം എന്നാണ് പറയുക. എന്താ? സെൻട്രൽ മാക്സിമം. ഈ സെൻട്രൽ മാക്സിമം കഴിഞ്ഞ് നമ്മളിവിടെ മാക്സിമം എന്ന് കണ്ടില്ലേ, ഈ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് 0 ആവും. അതാണ് കുറഞ്ഞ് ബ്ലാക്ക് ആവും. ഈ ബ്ലാക്ക് പോർഷൻ കാണിക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനെയാണ്. ഈ ഗ്രീൻ പോർഷൻ കാണിക്കുന്നത്, ഗ്രീൻ പോർഷൻ്റെ തന്നെ എക്സാക്ട് മിഡിൽ ലൈനാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കാണിക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കുറഞ്ഞ് ഇവിടെ ഡിസ്ട്രക്റ്റീവായി. അപ്പോൾ ഇത് ഓർമ്മയ്ക്ക്, ഇതിപ്പോൾ ഈ ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചിരിക്കും, ശരിക്കും ഇങ്ങനെയല്ല, സ്ക്രീൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണേ. അപ്പോൾ മാക്സിമം, മിനിമം, മാക്സിമം, മിനിമം, മാക്സിമം അങ്ങനെ പോകും. താഴേക്കും അതുപോലെ മാക്സിമം, മിനിമം, അങ്ങനെ താഴേക്കും പോകും. ഇയാളെ നമ്മൾ സെൻട്രൽ മാക്സിമം എന്ന് പറയും. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഡാർക്ക് എന്ന് പറയും, മിനിമം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ബ്രൈറ്റ് എന്ന് പറയും, മാക്സിമം. ഇതിനെ വീണ്ടും നമ്മൾ സെക്കൻഡ് ഡാർക്ക് എന്ന് പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. താഴേക്കും അതുപോലെ സെൻട്രൽ മാക്സിമം, ഫസ്റ്റ് ഡാർക്ക്, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ഡാർക്ക്, അങ്ങനെ പോകുന്നു. അതായത് നമ്മൾ ഈ രണ്ട് സോഴ്സുകൾ S1 ഉം S2 ഉം സിംഗിൾ സോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തത് കാരണം ഈ രണ്ട് സോഴ്സുകൾ ആരായിട്ട് ബിഹേവ് ചെയ്യും? കൊഹറൻറ്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ കൊഹറൻറ്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സോഡിയം ലാമ്പ് വെച്ച് ചെയ്ത എക്സ്പെരിമെൻറ്റ് പോലെയല്ല, സ്ക്രീനിൻ്റെ മുകളിൽ ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേണിനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേൺ അതുപോലെ നിലനിൽക്കണമെങ്കിൽ, വീണ്ടും പറയുകയാണ്, ഈ രണ്ട് സോഴ്സുകൾ എന്തായിരിക്കണം? കൊഹറൻ്റ് ആയിരിക്കണം. ഇത് ഗ്രീൻ ലൈറ്റ് വെച്ചാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രൈറ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറായിരിക്കും.
ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് തന്നെയായിരിക്കും, കറുത്ത കളറായിരിക്കും. അതായത് കറുത്ത കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ല. ഈ ഡാർക്ക് എന്ന് പറഞ്ഞാൽ നോ ലൈറ്റ് എന്നാണ് മീനിങ് കേട്ടോ. ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഏത് ലൈറ്റാണോ നമ്മൾ യൂസ് ചെയ്തത് ആ ലൈറ്റാണ് അവിടെ വരിക. നിങ്ങൾ ഗ്രീനിന് പകരം ഇപ്പോൾ റെഡ് ഉപയോഗിച്ചാൽ റെഡ് വരും. ഞാൻ കാണിച്ചു തരാം, റെഡിൻ്റെ എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ വരുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഇത് പ്ലെയിൻ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ടുകൾ ഏതാ S1 എന്നും അതുപോലെ S2 എന്ന് പറഞ്ഞ 2 സ്ലിറ്റിലൂടെ കടത്തി വിട്ടു. S1 S2 നോക്കൂ. NCERT ബുക്കിൽ, സോറി ഇത് NCERT ബുക്കിലുള്ള ഞാൻ വേറെ എടുത്തൊരു ഫിഗറാണ്. നോക്കൂ, ഇതിനകത്ത് ഇതാണ് വേവ് ഫ്രണ്ട്. ഈ വരച്ചത് വേവ് ഫ്രണ്ടാണ്, ഈ കാണിക്കുന്നത് വേവ് ഫ്രണ്ടാണ്. ഓക്കെ, അതുപോലെ താഴെ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടാണ് ഈ കാണിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേവ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ നോക്ക് കറക്റ്റ് ഇത് സ്ക്രീനിൻ്റെ സെൻറ്റർ, ഈ പോർഷൻ എന്തായിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ ബ്രൈറ്റിനെ പറയുന്ന പേര് സെൻട്രൽ മാക്സിമം എന്നാണ്. ഇതാ നോക്ക്, സെൻട്രൽ മാക്സിമം. പിന്നെ ഈ പോയിന്റിൽ നിന്നും നമ്മൾ സ്ക്രീനിൻ്റെ മുകളിലോട്ട് പോയാൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 0 വരും. ഇതാണ് ഫസ്റ്റ് ഡാർക്ക്. പിന്നെ വീണ്ടും ഇൻറ്റൻസിറ്റി കൂടി വരും. ഇതാണ് ഫസ്റ്റ് ബ്രൈറ്റ്. വീണ്ടും ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരും. അതാണ് സെക്കൻഡ് ഡാർക്ക്. അങ്ങനെ മുകളിലോട്ടും താഴേക്കും കിട്ടും. തെറ്റിപ്പോകരുത്. ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത് കേട്ടോ. അതായത് XZ പ്ലെയിനിലല്ല, XY പ്ലെയിനിലാണ്. ഓക്കെ, വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. NCERT ബുക്കിലും അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. XY പ്ലെയിനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സോഴ്സ് ഇവിടെ ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുമ്പോൾ അതായി വേവ് ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചാൽ അതിന് മീനിങ് ലൈറ്റ് വരുന്നത് ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ റേ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ആ റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് നിൽക്കുന്നത്, വേവ് ഫ്രണ്ട് നിൽക്കുന്നത്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് നേരോ ആയിട്ടുള്ള 2 സ്ലിറ്റിലൂടെ കടത്തിവിട്ടു. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് നേരോ ആയിട്ടുള്ള സ്ലിറ്റിലൂടെ കടത്തിവിട്ടാൽ എന്തായിട്ട് മാറും? സ്പെറിക്കൽ വേവ് ഫ്രണ്ടായിട്ട് മാറും. സ്പെറിക്കൽ വേവ് ഫ്രണ്ടായി മാറുക എന്ന് പറയുന്നതാണ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. കാരണം ലൈറ്റ് സ്ട്രൈറ്റ് ലൈനിൽ മാത്രമല്ല പോവുക, ലൈറ്റിന് ഇങ്ങനെയും പോകാൻ പറ്റും. അതായത് ലൈറ്റ് സ്പ്രെഡ് ആവുന്നു. വളരെ നാരോ ആയിട്ടുള്ള സ്ലിറ്റുകളാണെങ്കിലേ അങ്ങനെ സ്പ്രെഡിങ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ സ്ലിറ്റുകളൊന്നുമില്ല, കംപ്ലീറ്റ് ഓപ്പൺ ആണെങ്കിൽ ഈ പറഞ്ഞതൊന്നും സംഭവിക്കില്ല. മനസ്സിലായോ? പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് പറയാനും പറ്റില്ല. ഇപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നാരോ സ്ലിറ്റുകളാണ്. ആ സ്ലിറ്റിലൂടെ ലൈറ്റ് കടത്തി വിടുന്നു, അല്ലെങ്കിൽ പിൻ ഹോൾസിലൂടെ ലൈറ്റ് കടത്തി വിടുന്നു. ആ ഹോളിലൂടെ വരുന്ന ലൈറ്റ് റേസ് പെർപെൻഡിക്കുലറായി വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനിൻ്റെ മുകളിൽ ചെന്ന് വീഴുന്നു. ആ സ്ക്രീനിൽ നടക്കുന്ന ആ പാറ്റേണിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഞാൻ NCERT ബുക്കിലൊരു ഫിഗറിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഗ്രീൻ കളർ യൂസ് ചെയ്താൽ ബ്രൈറ്റുകളെല്ലാം ഗ്രീൻ ആയിരിക്കും, ഡാർക്ക് എന്ന് പറഞ്ഞാൽ നോ കളർ. റെഡ് ആണെങ്കിൽ ബ്രൈറ്റ് ബാൻഡുകളെല്ലാം റെഡ് ആയിരിക്കും, ഡാർക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ നോ കളർ. ഒരിക്കലും ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വൈറ്റ് ലൈറ്റ് വെച്ച് ചെയ്യരുത്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പോളിക്രോമാറ്റിക്, അതിനകത്ത് എല്ലാ വേവ് ലെങ്ത്തുകളും ഉണ്ട്. അപ്പോൾ ഒരുപാട് വേവ് ലെങ്ത്തുകൾ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ പാറ്റേണിലൊക്കെ മാറ്റം വരും. അതുകൊണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ, വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. വൈറ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് ഒരു പ്രോബ്ലമായിട്ട് NCERT ബുക്കിൽ വരുന്നുണ്ട്. ആ പോർഷൻ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഓക്കെ.